ഹായ്. ഇന്നൊരു കൺസൾട്ടേഷൻ ചെയ്യാറുണ്ടല്ലോ, നിഫ്റ്റിയിലൊരു കൺസൾട്ടേഷൻ തന്നു, ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ കൺസൾട്ടേഷനായി. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയണ്ടായി, ഇന്ന് നമ്മൾ ട്രേഡ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ക്ലോസിങ് വരെ തന്നിട്ട് പിന്നെ ഒരു സൈഡ് വേസ് ആയിരിക്കും എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. എന്നാൽ മാർക്കറ്റ് ക്ലോസിങ് വരെ വന്നില്ല ഇന്ന്. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് കൺസൾട്ടേഷൻ ചെയ്ത് തുടങ്ങി. പക്ഷേ ഇന്ന് രാവിലെ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ട്രേഡ് എടുത്തത്. ഇംബാലൻസ് നോക്കിയിട്ട് കറക്റ്റ് ട്രേഡ് എടുത്തത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് അവർ കറക്റ്റ് ഒരു ബിഗ് ക്യാൻഡിൽ തന്നു. ചെറിയൊരു പോയിന്റ് ഉണ്ടായുള്ളൂ, 24 പോയിന്റ്സ്. ഓൾമോസ്റ്റ് പ്രീമിയം ഒക്കെ ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 20% അടിയിൽ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളൂ. അതേ ഒരു ഒറ്റ ട്രേഡ് ഇവിടെ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ സെൻസെക്സിൽ ട്രേഡാണ്. സെൻസെക്സിൽ ഒരു OB മാർക്ക് ചെയ്തു, അതിൽ എൻട്രി ചെയ്തു. എന്നാൽ അത് SL ടാർഗറ്റ് ട്രേഡ് SL അടിച്ചു. പക്ഷെ ഞാൻ ടാർഗറ്റ് ഇവിടെ നിന്ന് എൻട്രി ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യണ വരെ വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ ഒരു എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഒരു 10% മൂവ് എനിക്ക് കിട്ടി. അവിടുന്ന് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്തു. പിന്നെ അത് സൈഡ് ബേസ് ആണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പിന്നെ അത് ഞാൻ ഹോൾഡ് ചെയ്തില്ല. ട്രേഡ് നമ്മൾ പ്രോഫിറ്റിലാണ്, പക്ഷെ ട്രേഡ് മാർക്ക് ചെയ്ത സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് പോയിട്ടില്ല. സോ ഇനി എനിക്ക് തോന്നുന്നത് അടുത്ത വീക്കിൽ എങ്ങനെയാണ്, സെപ്റ്റംബർ സ്റ്റാർട്ടിംഗ് ആണ്, എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് സ്ട്രോങ് മൂവ് തന്നെ തരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. മാർക്കറ്റ് നാളെ മിക്കവാറും ഇന്നത്തെ US മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി എന്താ പറയുക നമ്മുടെ പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ഓൾ ടൈം ഹൈയിലാണല്ലോ നിൽക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. അടുത്ത മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് മൂവ് തന്നെ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് എങ്ങോട്ടാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയിട്ടേ പറ്റുള്ളൂ. അത് എങ്ങോട്ടായാലും ഒരു സ്ട്രോങ് മൂവ് തന്നെ ആയിരിക്കും. ടു ദ അപ്പർ സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും സ്ട്രോങ് മൂവ് ആകാൻ ചാൻസ്. മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നോക്കി മാർക്കറ്റ് ഓപ്പൺ ആവണ വരെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ആയാലും ആഡ് ചെയ്യുക, ട്രേഡ് ആയാലും നമ്മൾ ആഡ് ചെയ്യുക. ഇതിന് സ്ട്രോങ് മൂവ് ആവാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അതാണ്. US മാർക്കറ്റൊക്കെ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു നല്ലൊരു റണ്ണാണ് ഗ്ലോബൽ മാർക്കറ്റ് തന്നത് നമുക്ക്. അപ്പോൾ ഇന്നും US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം അടുത്ത ആഴ്ചത്തെ എടുക്കാൻ. കാരണം അവരുടെ ഇലക്ഷൻ വന്നുകൊണ്ടും IT സ്റ്റോക്സ് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പറ്റും. ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവിടുത്തെ പ്രഷറിൽ ആവണത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല എന്താ അവസ്ഥ. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവണ വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 10:30-11 മണിക്കാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങോട്ടാണ് മൂവ്. ഇപ്പോൾ എല്ലാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു 10:30-11 മണി വരെയാണ് ഒരു മൂവ് തരാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സെറ്റിലാവാം, മാർക്കറ്റ് സെറ്റിലാവാം. അതൊരു സ്ട്രോങ് മൂവ് തന്നെയാണ് എല്ലാ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ആഴ്ച തിങ്കളാഴ്ച അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാം. സ്റ്റോക്കൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ആഡ് ചെയ്യുക. ചിലപ്പോൾ അതിനൊരു ബെയറിഷ് വ്യൂവിന് ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബുള്ളിഷിന് ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ക്ലോസിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്തൊരു തീരുമാനിക്കാൻ. ഓക്കെ, ബൈ.